ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്കെഴുതിയ ലേഖനം 12:14 വായിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ എന്നുള്ള വചനം ആത്യന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കുന്നു. സംഘർഷം ഒഴിവാക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സ്നേഹവും പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണിത്. ശത്രുവിൻ്റെ ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള സന്ദേശമാണിത്. സ്വാഭാവികമായി ശത്രുതാ മനോഭാവം കാട്ടുന്ന വ്യക്തികളോട് പ്രതികാരം ചെയ്യുവാനുള്ള പ്രവണതയാണ് ഉണ്ടാകാറുള്ളത്. അതിന് വിപരീതമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികൾ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും തയ്യാറാകണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന പ്രമാണപ്രകാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിനയം അല്ലെങ്കിൽ താഴ്മ ശത്രുവിനോടുള്ള മനോഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ടതാകുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് യേശുക്രിസ്തു ഉപദേശിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ശപിക്കാതെ അനുഗ്രഹിക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ഭാവം നമ്മിൽ വെളിപ്പെടുന്നു. വചനവിരുദ്ധമായി ശത്രുവിനെ ശപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് സംഘർഷത്തിലും അത് മുഖാന്തരമുള്ള പാപപ്രവൃത്തികളിലേക്കും വഴിതെളിക്കും. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുകയും ഉപദ്രവമേറ്റിട്ട് സഹിക്കുകയും ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ്റെ ലക്ഷണമാണ്. 1 പത്രോസ് 3:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയ ദൈവത്തിലെ അനുഗ്രഹത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനത്തിനെ പൂർണ്ണമായി ഏറ്റെടുക്കുവാനും അനുസരണത്തിനുള്ള പ്രതിഫലം പ്രാപിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless us.